അങ്ങനെ ഇന്നലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ഒരു പാൻറ് ഇന്ന് നമ്മൾ തയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഈ കാലിൻ്റെ 2 പീസ് ഉണ്ടല്ലോ, അത് ഇതുപോലെ നിവർത്തിയിട്ടിട്ട് കാലിൻ്റെ അടിഭാഗത്ത് നമ്മൾ വേറൊരു പീസ് വെച്ചിട്ടാണ് തയ്ക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചിരുന്ന ആ ഒരു ഫാബ്രിക് നമ്മൾ കട്ട് ചെയ്ത് ഇതുപോലെ 2ആയി മടക്കി ഇങ്ങനെ വെച്ച് നമ്മളത് തയ്ക്കുന്നു. രണ്ട് കാലും അതുപോലെ തയ്ക്കാം. എന്നിട്ട് ഈ തയ്ച്ച ആ ഒരു പീസ് നിവർത്തിയിട്ടതിന് ശേഷം ഇതുപോലെ പതിച്ചടിക്കാം. പുതുതായിട്ട് തയ്യൽ പഠിക്കുന്ന ആൾക്കാർക്ക് ഈ പതിച്ചടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് മനസ്സിലാകുമോ എന്ന് എനിക്കറിയില്ല. ഇങ്ങനെ പതിച്ചടിക്കുന്നത് കുറച്ചുകൂടി സ്റ്റിച്ച് നല്ല ഭംഗിയുള്ളതാകാൻ വേണ്ടിയിട്ടും തുണി ഒന്ന് ഒതുങ്ങി വരാൻ വേണ്ടിയിട്ടുമാണ് ഈ പതിച്ചടിക്കുന്നത്. ഇതുപോലെ എന്നിട്ട് ഇത് മടക്കി ഇങ്ങനെ തയ്ക്കാം. അതിനുശേഷം ഇതിൻ്റെ സൈഡിൽ നീണ്ടിരിക്കുന്ന ആ ഭാഗങ്ങളൊക്കെ ട്രിം ചെയ്ത് മാറ്റാം. ഇനി നമ്മൾ കാലിൻ്റെ സൈഡ് അങ്ങോട്ട് തയ്ക്കുകയാണേ. അപ്പോൾ കാലിൻ്റെ അളവ് നമ്മൾ എടുത്തിരിക്കുന്നത് 12 ഇഞ്ചാണല്ലോ. അപ്പോൾ 6 ഇഞ്ചിൽ ഇങ്ങനെ മടക്കിയിട്ട് 6 ഇഞ്ചിൽ ഇതുപോലെ നമ്മൾ തയ്ക്കാം. പിന്നെ തച്ച് വരേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ കട്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ കാലിൻ്റെ ആ ഭാഗത്ത് നിന്ന് തച്ച് എൻഡിലേക്ക് വരുമ്പോൾ ഇത്ര ഗ്യാപ്പ് മതി കേട്ടോ. ഈ എൻഡിലേക്ക് വരുമ്പോൾ ഇത്ര ഗ്യാപ്പ് ഇട്ടാൽ മതി. ഇനി 2 കാലും ഒന്നിച്ച് വെച്ച് ഒരേപോലെ അടയാളപ്പെടുത്താം. ഇനി മറ്റേ കാല് തയ്ച്ചതുപോലെ തന്നെ ഇതും തയ്ച്ച് മാറ്റാം. ഈ എൻഡ് വരുന്ന ആ ഭാഗം കണ്ടോ, ഒരുപോലെ വയ്ക്കണം. ഇനി ഈ കാല് നമുക്ക് തിരിച്ചിടാം. ഇതിൻ്റെ നല്ല വശം മറ്റേ കാലിൻ്റെ അകത്തേക്ക് കയറ്റിവിടാം. എന്നിട്ട് ഈ നടുക്കുള്ള ഈ 2 തുണിയും ഒരുപോലെ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഈ ഒരു സ്ഥലത്തുമ്പോൾ ഒന്നും കൂടി ഒന്ന് കെയർ ചെയ്യണം. 2 തച്ച് വരുന്ന ആ ഭാഗത്തെ ആ 2 സൈഡും ഒരുപോലെ ഉണ്ടാവണേ. ഇനി ഇത് കുറച്ചുകൂടി സെക്യൂറായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതും പതിച്ചടിക്കാം. അപ്പോൾ പെട്ടെന്ന് ആ ഒരു എല്ലാവരുടെയും പാൻറ്റിൻ്റെ ഭാഗത്ത് കാണുന്ന ഒരു പ്രശ്നമാണ് ഈ അടിഭാഗത്തെ സ്റ്റിച്ച് പെട്ടെന്ന് വിട്ടുപോകുന്ന ഒരു സംഭവം. അപ്പോൾ അത് കുറച്ചുകൂടി സെക്യൂറായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പതിച്ചടിക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമുക്ക് ഇടുപ്പിൻ്റെ ഭാഗത്ത് വയ്ക്കുന്ന യോക്ക് നമ്മൾ എത്രയാണ് തയ്യൽ തുമ്പ് വിട്ടത് ആ ഒരു സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ തയ്ക്കുക. ഈ ഒരു പാൻറ്റ് ഞാൻ എലാസ്റ്റിക് ഇട്ടിട്ടാണ് തയ്ക്കുന്നത്.
അതുകൊണ്ടാണ് ഇത് ഫുള്ള് ഞാൻ അങ്ങോട്ട് തച്ചിറക്കുന്നത്. ഇനി ഒരു പാൻറ്റ് കൂടി ഞാൻ നിങ്ങൾക്ക് വലിയവർക്ക് ഇടുന്ന ഒരു പാൻറ്റ് കൂടി തച്ച് കാണിച്ചു തരാം. അതിൽ നമുക്ക് ബെൽറ്റ് ഇടുന്നത് എങ്ങനെയാണെന്ന് കാണാം. ഇതേതുപോലെ രണ്ട് സൈഡും അടിച്ച് തയ്യൽ തുമ്പ് കാണാത്ത രീതിയിൽ ഇങ്ങനെ തച്ചെടുക്കുന്നു. ഇനി നമ്മൾ പ്ലീറ്റ് ഇട്ട പാൻറ്റാണല്ലോ തയ്ക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഈ ഒരു യോക്കെന്ന് പറയുന്നത് നോക്കിക്കാൻ 19 ഇഞ്ചാണ് ഒരു സൈഡ് ഉള്ളത്. അപ്പോൾ ആ ഒരു അളവിന് നമുക്ക് ഈ പാൻറ്റ് മാറ്റണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ പ്ലീറ്റ് ഇടണം. അപ്പോൾ പ്ലീറ്റ് ഇടുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് ശ്രദ്ധിക്കണേ. പ്ലീറ്റിന് ഒരു നോച്ചിട്ടു, ഒരു ഏകദേശ കണക്കാണ് കേട്ടോ. അതിനുശേഷം ആ നോച്ചിട്ട്, ഇത് സൈഡ് പ്ലീറ്റാണ് നമ്മൾ ഈ ഒരു പാൻറ്റിന് കൊടുക്കുന്നത്, സൈഡ് പ്ലീറ്റാണ്. ഇനി ഒരു പാൻറ്റ് ഞാൻ നടുക്ക് പ്ലീറ്റ് വരുന്ന രീതിയിൽ ഒരു പാൻറ്റ് കൂടി കാണിച്ചു തരാം. ഇപ്പോൾ നമുക്കിതിൽ സൈഡ് പ്ലീറ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ സൈഡ് പ്ലീറ്റ് ഈ ഒരു രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. ആ നോച്ച് വരുന്ന ആ ഭാഗം വരെ നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റുകൾ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലെ പ്ലീറ്റ് കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് പ്ലീറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് സൈഡിൽ നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും പ്ലീറ്റ് കൊടുക്കേണ്ടത്? അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ആദ്യത്തേത് നമ്മൾ ഇങ്ങോട്ടാണ് കൊടുത്തത്, അപ്പോൾ അടുത്ത സൈഡ് നമ്മൾ അങ്ങോട്ട് കൊടുക്കണം. കണ്ടോ? ഇതുപോലെയാണ് സാധാ പാൻറ്റിൽ നമ്മൾ സൈഡ് പ്ലീറ്റ് കൊടുക്കുന്നത്. പക്ഷെ നടുക്ക് പ്ലീറ്റ് കൊടുക്കുന്ന സമയത്ത് നമുക്കിതൊന്നും നോക്കേണ്ടുന്ന കാര്യമില്ല. ഒരേപോലെ അങ്ങ് പ്ലീറ്റ് കൊടുത്താൽ മതി. ലെഫ്റ്റോ റൈറ്റോ എവിടെയാണെന്ന് നോക്കണ്ട, നമുക്കങ്ങ് പ്ലീറ്റ് കൊടുത്താൽ മതി. ഇവിടെയാണ് ലെഫ്റ്റ് റൈറ്റ് നമ്മൾ നോക്കിയിട്ട് പ്ലീറ്റ് കൊടുക്കേണ്ടത്. ഈ നോച്ചിട്ട് അത്രയും ഭാഗം നമ്മൾ പ്ലീറ്റ് ഇട്ടതിന് ശേഷം ഇതിപ്പോൾ വലുതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇതിൻ്റെ യോക്ക് ഭാഗം നമുക്കൊന്ന് വെച്ച് നോക്കാം. വെച്ച് നോക്കുമ്പോൾ പ്ലീറ്റ് നമുക്ക് ഒരു പ്ലീറ്റ് കൂടി ഇടണം, കാരണം വലുതാണ്. അപ്പോൾ ഒരു പ്ലീറ്റ് കൂടി നമുക്ക് ഈ ഒരു സ്ഥലത്തിട്ട് കൊടുക്കാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതിപ്പോൾ ഇങ്ങോട്ടാണ് നമ്മൾ പ്ലീറ്റ് കൊടുത്തിട്ടുള്ളതെങ്കിൽ ഇപ്പുറത്തെ സൈഡ് നമ്മൾ കൊടുക്കുമ്പോൾ എങ്ങനെ കൊടുക്കണം? അങ്ങോട്ട് കൊടുക്കണം. ഇനി അതിന് ശേഷം നമ്മൾ ഒന്നുകൂടി വെച്ച് നോക്കാം. ഇപ്പോൾ കറക്റ്റായിട്ടുണ്ടാവും കേട്ടോ. ഈ യോക്ക് വെച്ച് നോക്കുമ്പോൾ കറക്റ്റാവും. കണ്ടോ? ഇതിപ്പോൾ കറക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി ഈ ഒരു യോക്കിൻ്റെ ഭാഗം നമ്മൾ നല്ല വശം മറിച്ചിട്ടിട്ട് നേരത്തെ കാല് യോജിപ്പിച്ചതുപോലെ തന്നെ നല്ല വശം മറിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു ഫാബ്രിക് കൊടുത്ത് അതിൻ്റെ സെൻറ്റർ ഭാഗം നോക്കി സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ഒരാവശ്യമില്ലാതെ തുണി വലിച്ചു പിടിക്കുകയോ ഒന്നും വേണ്ട. തുണി നമ്മൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. വലിക്കുക പിടിക്കുക ഒന്നും ചെയ്യാതെ തുണി നമ്മൾ വെച്ച് കൊടുത്ത് തയ്ക്കണം. പിന്നെ പ്ലീറ്റുകൾ മടങ്ങി പോകാതെ ശ്രദ്ധിക്കണം. മടക്ക് വരാത്ത രീതിയിൽ പ്ലീറ്റുകൾ ക്ലിയർ ചെയ്ത് നിവർത്തിയിട്ട് ആ ഒരു യോക്ക് നമ്മൾ യോജിപ്പിച്ചെടുക്കാം. ഓക്കെ, ഇനി ഇത് നമ്മൾ മറിച്ചിട്ടിട്ട് വീണ്ടും എന്ത് ചെയ്യണം? വീണ്ടും ഒന്ന് പതിച്ചടിക്കണം. ആ ഒരു തയ്യൽ തുമ്പ് ഇളകി
ഇളകി നിന്നിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ, ഇടുന്ന ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് പതിച്ച് തച്ച് വയ്ക്കാം. അതിന് ശേഷം നമുക്ക് ഇതിൽ എലാസ്റ്റിക്, ഈ ഒരു പാൻറ്റ് ഞാൻ എലാസ്റ്റിക് വെച്ചിട്ടാണ് കാണിച്ചു തരുന്നത്. ഇനിയും പാൻറ്റ് തയ്ക്കും, അപ്പോൾ ഞാൻ ബെൽറ്റ് ഇടുന്നത് കാണിച്ചു തരും കേട്ടോ. അപ്പോൾ ഇവിടെ പിന്നെ ചിക്കുവിൻ്റെ ഇടുപ്പളവ് എന്ന് പറയുന്നത് 21 ഇഞ്ചാണ്. ഈ 21 ഇഞ്ച് ആവുമ്പോൾ ഈ നമ്മൾ 21 ഇഞ്ചിനേക്കാൾ കൂടുതലായിരിക്കണമല്ലോ യോക്ക്. 21 ഇഞ്ചാണ് അവളുടെ വയറളവ്. പക്ഷെ അതിൽ നിന്ന് 2 ഇഞ്ച് കുറച്ച് ഞാൻ 19 ഇഞ്ചിൻ്റെ ഒരു എലാസ്റ്റിക് എടുത്തു. അത് യോജിപ്പിച്ചതിന് ശേഷം ഇതിൽ എലാസ്റ്റിക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നതിന് നമ്മൾ ആദ്യം ഇതിൻ്റെ സെൻറ്റർ എടുക്കുക. സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് ഈ എലാസ്റ്റിക്കിൻ്റെ സെൻറ്ററും ഇതുപോലെ ഒന്ന് മടക്കി ഒരു സ്റ്റിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി അതുപോലെ തന്നെ അടുത്ത സൈഡും ഇതുപോലെ മടക്കി ആ ഒരു ഭാഗവും നമുക്ക് ഇതുപോലെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഒരു റഫായിട്ട് ഇങ്ങനെ എലാസ്റ്റിക് ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഇനി അത് വലിച്ചു പിടിച്ചിട്ട് എലാസ്റ്റിക് നമ്മളിങ്ങനെ ഒന്ന് വലിച്ചു പിടിച്ചിട്ട് ആദ്യം നമ്മൾ എങ്ങനെയാണോ മടക്കി വെച്ചത് അതുപോലെ ഇതുപോലെ വലിച്ചു പിടിച്ച് തുണി ഫോൾഡ് ചെയ്ത് ആ എലാസ്റ്റിക്കിൻ്റെ അളവിന് നമ്മളിത് ഈ ഒരു രീതിയിൽ തച്ചെടുക്കുന്നു. വളരെ എളുപ്പമാണ്. എലാസ്റ്റിക് വെച്ച ഈ ഒരു പാൻറ്റെന്ന് പറയുന്നത് ഭയങ്കര എളുപ്പമാണ്. ഇനിയുണ്ട്, ഒരുപാട് പാൻറ്റുകൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഇനി ഒരു 3 തയ്യൽ നമ്മളിതിൽ ഇട്ട് കൊടുക്കണം. നമ്മൾ സാധാരണ എലാസ്റ്റിക് കുറച്ച് ടഫായിരിക്കുമല്ലോ, ആ ഒരു ടഫ്നെസ് മാറാൻ വേണ്ടിയിട്ടും ഒന്ന് വലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടും ഈ ഒരു രീതിയിൽ വലിച്ചിട്ട് നമ്മളൊരു 3 തയ്യലും കൂടി കൊടുക്കുകയാണെങ്കിൽ നല്ല സെക്യൂറായിട്ട് ഈ ഒരു എലാസ്റ്റിക് അതിൽ നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇത്രയാണ് നമുക്ക് പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഈ ഒരു രീതിയിൽ നിങ്ങൾ പാൻറ്റ് തച്ച് നോക്കുക. അപ്പോൾ ഇതിനി നമുക്ക്
ചിക്കുവിനൊന്ന് ഇട്ട് കൊടുക്കണമല്ലോ, ഇട്ട് നോക്കണമല്ലോ. അപ്പോൾ അത് ഞാൻ ഇട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കണ്ടോ, ഇതാണ് ചിക്കുവിന് ഇട്ട് കൊടുത്തപ്പോൾ ഉള്ള ഒരു കണ്ടീഷൻ. കണ്ടോ, അളവെടുത്ത് നമ്മൾ തയ്ച്ച ഒരു പാൻറ്റാണ്. കണ്ടോ ഇത്ര കൃത്യമാണെന്ന്.